ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കുട്ടീൻ്റെ ഓർമ്മയിൽ ഒരു കാര്യം ഇങ്ങനെ നന്നായിട്ട് ഓർമ്മിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് അനുഭവിച്ചറിയണം. അപ്പോൾ നമ്മളൊരു ചിത്രം കാണുന്ന പോലെ കുട്ടികളിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടു പോവുകയാണെങ്കിൽ പഠിച്ചു പോവുകയാണെങ്കിൽ കുട്ടികൾക്കത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവനിഷ്ടമുള്ള രീതിയിലൊക്കെ അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. നമ്മൾ ലെറ്റർ പഠിപ്പിക്കുന്ന സമയത്ത് ലെറ്റർ നെയിം എസ് ആണ് എന്നത് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികളോടൊന്ന് സൂചിപ്പിച്ച് കൊടുക്കുക. അത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കണ്ട. അപ്പോൾ ലെറ്റർ നെയിം ഇപ്പോൾ ആദ്യമൊരു പേരില്ലേ, അപ്പോൾ അതുപോലെ ഈ ലെറ്ററിൻ്റെ നെയിം എസ് എന്നാണ്, പക്ഷേ അത് സൗണ്ട് ഉണ്ടാക്കുന്നത് സ് എന്നുള്ള സൗണ്ടാണ് എന്നാണ് ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് കുട്ടികൾക്ക് എങ്ങനെയാണോ അത് മനസ്സിലാവുന്നത് അത് അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം. ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ ലെറ്റർ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പിന്നെ RV സ്റ്റുഡിയോൻ്റെ ABC കിഡ്സ് എന്നുള്ള ട്രേസിങ് ഫോണിക്സിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അത് ഞാൻ കുട്ടികൾക്ക് കുറച്ച് സമയം കൊടുക്കാറുണ്ടായിരുന്നു. അതാകുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ഫിംഗർ വെച്ച് ട്രേസ് ചെയ്യാനും ആ ലെറ്റർ മാച്ച് ചെയ്യിപ്പിക്കാനും അങ്ങനെ ആ ലെറ്ററിലുള്ള ബലൂൺസ് ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ പൊട്ടിക്കുന്നതും അവർക്കത് സമ്മാനമായിട്ട് സ്റ്റിക്കർ കിട്ടുന്നതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര രസമാണ്. നമുക്കത് ഉപകാരമുള്ളൊരു സ്ക്രീൻ ടൈമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ആർക്കുമില്ല. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ശീലമാക്കിയത് കൊണ്ട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന സ്ക്രീൻ ടൈമേ ഞങ്ങൾ തരുള്ളൂ എന്നുള്ള ബോധം കുട്ടികൾക്കും ഉണ്ട്, നമുക്കും തന്നെ. കുട്ടികൾക്കത് ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികളത് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെട്ടൊരു സ്ക്രീൻ ടൈമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആപ്പാണ്. മാത്രമല്ല നോ ആഡ്സ് ആണ്. അതുകൊണ്ട് കുട്ടികളെ പഠനത്തിന് അത് ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കില്ല. നമ്മൾ ഇതിനെ അഡിക്റ്റ് ആക്കുക എന്നല്ല കേട്ടോ പറയുന്നത്. ഒരു ഹാഫ് അവർ നമുക്ക് ടൈം വെച്ചിട്ട് കൊടുക്കുക. അത് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ക്രീൻ ടൈം ആണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ സൗണ്ട് പറയിട്ടോ, സൗണ്ട് പറഞ്ഞിട്ട് അത് ചെയ്യണം കേട്ടോ എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ അവനും തന്നെ അവർ കൈ വെച്ചിട്ട് അതിൻ്റെ ഒക്കെ മേലെ കൂടെ ട്രേസ് ചെയ്യും, പിന്നെ അതിൻ്റെ സൗണ്ടും പറയും. അങ്ങനെയാണ് നമ്മളൊരു ഇതും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ പിന്നെ ഇപ്പോൾ എസ് എന്നുള്ള ലെറ്ററൊക്കെ കാണുമ്പോൾ ഒക്കെ ഞാൻ എന്ത് ചെയ്യും, അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഈ ലെറ്റർ ഏതാന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കിത് ഏത് ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ പോകെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ മറ്റൊരു വഴിയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് അതിൽ IS എന്നുള്ള ലെറ്റർ കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു സമയം. അതും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏത് ബുക്ക് എടുത്തിട്ട് നമ്മൾ ഏത് ലെറ്റർ പഠിപ്പിക്കുമ്പോഴും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സൂപ്പർ. അവിടെ ഉണ്ട്. അതിന്റെ മേലെ കൂടെ ഇങ്ങനെ ട്രേസ് ചെയ്തോ, കാണുന്നിടത്തൊക്കെ ഇങ്ങനെ ട്രേസ് ചെയ്തോ. അതങ്ങനല്ല, മേലെന്നാ തുടങ്ങുക, ടോപ്പെന്നാ തുടങ്ങുക. യെസ്, ഞാനാണ് അടുത്ത് കണ്ടുപിടിക്കാം. റെഡി? അതാ, പിന്നെ എന്നെക്കാളും മുന്നേ എന്നാ ഞാൻ അടുത്തത് എന്തായാലും ഞാനാണ് കണ്ടുപിടിക്കാൻ. അടുത്ത് ഞാൻ അതാ, പിന്നെ എന്ത് ഇന്നെ കണ്ടുപിടിക്കാൻ അയക്കാത്തത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ആദ്യം 3.5 വയസ്സായല്ലോ. അപ്പോൾ നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലെറ്റർ അല്ല, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലൈന്, സ്ലീപ്പിംഗ് ലൈന്, സ്ലാൻഡിങ് ലൈന്, കേർവ് ലൈന് അങ്ങനെയൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് തന്നെ വേറൊരു വീഡിയോയിൽ വരാം. പിന്നെ ഇപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഞങ്ങൾ സാധാരണ ചെയ്യുന്ന വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. എനിക്കും അവനൊക്കെ പനിയായിരുന്നു, ഇവിടെ നല്ല തണുപ്പായിരുന്നു, വെതറൊക്കെ മാറിയിട്ട് പിന്നെ കോൾഡൊക്കെ പിടിച്ചു. അപ്പോൾ നമ്മൾ ഇനി സാധാരണ വീഡിയോയുമായിട്ട് അടുത്ത വീക്കിൽ വരാം. അതുവരെ ബൈ.